ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ഒരു സൺഫ്ലവർ ഗാർഡനിലാണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദൂരെയുള്ള സ്ഥലത്ത് പോയി പൈസ മുടക്കാതെ നമ്മളുടെ സ്പേസിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് പോയിരുന്ന് എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആവും, നിങ്ങൾക്ക് സന്തോഷം, ഫാമിലിയായിട്ട് നല്ല ഒരു ഇതും കിട്ടും. അപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മളുടെ പ്രോട്ടോഗോണിസ്റ്റിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് അച്ചു എന്നും പറയും. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവർ ആയതുകൊണ്ട് നമ്മളുടെ കുറച്ച് സമയം കൊണ്ട് എന്നെ വീട്ടിലെത്തിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ അറിയാം എത്രമാത്രം സ്പീഡിലാണ് പോകുന്നതെന്ന്. നിങ്ങളിപ്പോൾ കണ്ടോ ഗൈസ്, നല്ലൊരു കുളമാണ് കണ്ടത്. നമ്മളിപ്പോൾ പാടത്തിൽ കൂടെ പോകുന്നു. അങ്ങനെ നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 വല്യമ്മമാരും പിന്നെ അവരുടെ മക്കളും അമ്മയും ഞാനും ദേവും കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് പൂവിളി എന്നാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇടവഴി കൂടെ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഞാനും അപ്പുവും കൂടെ അങ്ങ് മുമ്പിൽ കയറി. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ അനിയത്തി നെട്ടോട്ട് ഓടുകയാണ് നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി. ഇവിടെ ഒരു അപ്പൂപ്പനാണ് ഗ്യാസ് നടത്തുന്നത്. ആ അപ്പൂപ്പൻ്റെ എരുമയാണ് നിങ്ങൾ കാണുന്നത്. ഒരു വാഴ കണ്ടു ഗ്യാസ്, ഇതാണ് വാഴത്തോട്ടം. ഇതിൻ്റെ തൊട്ട് വലതുവശത്തായിട്ട് ഇപ്പോൾ കാണിക്കും. അവിടെ ഒരു താമരക്കുളമുണ്ട്. അവിടെ മീനുകളും ഉണ്ട്. മെയിനായിട്ട് മീനുകളാണ് വളർത്തുന്നത്. ഇനി കുറച്ച് ദൂരം കൂടെ പോയാൽ നമ്മളുടെ പൂ സെക്ഷൻ കാണുന്നുണ്ട് ഗ്യാസ്. അപ്പോൾ ആദ്യമായി നമുക്ക് പയറും പിന്നെ വെള്ളരിക്ക, വഴുതനങ്ങ അതൊക്കെയാണ് കാണുന്നത് ഗ്യാസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൃഷി കാണാം. ഇനിയാണ് നമ്മളുടെ മെയിൻ ആശാൻ വരുന്നത്, നമ്മൾ സൺഫ്ലവർ നമ്മൾ വിചാരിച്ചതുപോലെ നല്ല വലുതാണ്, നല്ല കട്ടിയുണ്ട് തണ്ട്. ഞാൻ ഒടിക്കാൻ നോക്കിയാണ്, പക്ഷെ ഒന്നും ആയില്ല. എന്നാലും ഇത് നല്ല കട്ടിയാണ് ഗ്യാസ്. കണ്ടോ, ഈ ലുക്കിൽ കാണുമ്പോൾ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ തേനീച്ചകളുണ്ട് ഗ്യാസ്. അനിയത്തിയെ കൊത്തിക്കാട്ടി, എന്നാലും കുഴപ്പമില്ല, അവൾ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ എൻ്റെ ഒരു പോസ് കണ്ടോ ഗ്യാസ്, നിങ്ങളീ കാണുന്നത്. ഹലോ ഗ്യാസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള ഒരു സൺഫ്ലവർ ഗാർഡനിലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഒരു ഭാഗത്ത് സൺഫ്ലവർ, ഒരു ഭാഗത്ത് ജമന്തിയാണുള്ളത്. നമ്മളപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. അങ്ങനെ ഗൈസ്, നമ്മൾ വന്നപ്പോൾ തന്നെ ഫോട്ടോഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. സൂര്യൻ താഴ്ന്നു തുടങ്ങി. സൂര്യൻ താഴ്ന്നാൽ നമ്മളെ സൂര്യകാന്തി ചെടി കുറച്ച് വാടും. അപ്പോൾ കുറച്ചൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. നമ്മുടെ വലതുവശത്ത് വെജിറ്റബിൾസും ഇടതുവശത്ത് പൂക്കളുമാണുള്ളത്. ഇവിടെ ധാരാളം പൂക്കളുണ്ട്. സൺഫ്ലവർ ഉണ്ട്, ജമന്തി 2 ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ പൂക്കളുണ്ട്. ഇപ്പോൾ നമ്മൾ ഫോട്ടോ നിങ്ങൾ എടുക്കുന്നത് കാണാമായിരിക്കും. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അങ്ങനെ ഗൈസ്, നമ്മൾ സൂര്യകാന്തി തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ദൂര സ്ഥലത്ത് പോണ കാട്ടിയും നിങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് എൻജോയ് ചെയ്യണമായിരിക്കും നല്ലത്. കാശൊന്നും ചിലവാക്കണ്ട. അടിപൊളി സ്ഥലമാണ്, എല്ലാവർക്കും കാണാൻ പറ്റിയ സ്ഥലമാണ്. ഗൈസ്, ഇത് വരുന്നത് നെയ്യാറ്റിൻകര ഊരംവിളയാണ്. എല്ലാവരും എൻജോയ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഗൈസ്, നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഓറഞ്ച് ജമന്തിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ആദ്യം കയറിയപ്പോൾ തന്നെ ഒരു ഫിഷ് വളർത്തുന്ന കുളം കണ്ടു. എന്നാൽ ഇവിടെയും ഒരു കുളമുണ്ട് ഗൈസ്. അവിടെ ചെറിയ കുളമാണ് ഇവിടെ, അതുകൊണ്ട് ചെറിയ മീനുകളായിരിക്കും. ഇത് കണ്ടോ, നല്ല ഇതാണ് ഗൈസ്. ഈ ചുമന്ന ജമന്തി, ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ ഇടയിൽ ചെറുതായിട്ട് മഞ്ഞയുണ്ട്. നമ്മൾ കുറച്ചും കൂടെ കടക്കുമ്പോൾ ഇവിടെ മരച്ചിനി തോട്ടമാണ് ഗ്യാസ് ഉള്ളത്. ഇനി നമ്മൾ കുറച്ചും കൂടെ കടക്കുമ്പോൾ അപ്പോഴാണ് നമ്മളുടെ സെക്കൻഡ് ടൈപ്പ് ജമന്തി വരുന്ന നമ്മളുടെ മഞ്ഞ ജമന്തി. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ പോയാലേ കാണാൻ പറ്റൂ. എന്നാൽ അതും ഇത് സെയിമാണ്, അവിടെ കുറച്ച് വലുതന്നേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാം മെനി ക്രാഫ്റ്റ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയ ഹോമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റിയത്. അവിടെ ഒരു ചക്രമുണ്ട്, എന്താണെന്ന് നമുക്ക് അങ്ങ് പോയിട്ട് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, മഞ്ഞ ജമന്തി.
കണ്ടോ ഗ്യാസ്, ഇവിടെ ഇഷ്ടംപോലെ ജമന്തി ഉണ്ട്. ഓരോന്നിലും ഓരോ തട്ടായിട്ടാണ് വെച്ചിരിക്കുന്നത്. 1 വരി, 2 വരി, 3 വരി. അങ്ങനെ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റി ഇങ്ങനെ സ്ക്രോളായിട്ടുള്ള പമ്പാണ്. അപ്പോൾ നമ്മൾ ഹലോ ഗൈസ്, നമ്മൾ സൺഫ്ലവർ കണ്ടു. അടുത്ത ജമന്തി പൂക്കളാണ്. എല്ലാ ജമന്തി പൂക്കള് കണ്ടോ, നല്ല രസമാണ് കാണാൻ. ഇത്രയും പൂക്കൾ ഇവിടെ നിൽക്കുന്നു. നമുക്ക് എന്ത് രസമാണെന്ന് കണ്ടാൽ ഭംഗിയാണ്. നമുക്ക് കുറച്ച് ഡാൻസ് ഒക്കെ കളിക്കേണ്ടി വന്നു. അവിടെ ഒരു മലയുണ്ട്. അടുത്ത സൂര്യകാന്തി പൂക്കൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാനാണ് പോകുന്നത്. അങ്ങനെ ഗൈസ്, നമ്മളിതൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ കണ്ടതെന്നും അനുഭവിച്ചതെന്നും നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരും. അപ്പോൾ ഈ സൂര്യകാന്തി തോട്ടം നിങ്ങൾ എന്തായാലും വന്ന് കാണുക. നല്ലൊരു തോട്ടമാണ് ഗൈസ്. ഇവിടെ നല്ല അതിശക്തമായ കാറ്റാണ്. ഇവിടെയാണെങ്കിൽ ഗൈസ് ഓണത്തിന് ടിക്കറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പോയ സമയം ഓണത്തിന് ശേഷമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ടിക്കറ്റ് ഇല്ല ഗൈസ്. ഒരു അപ്പൂപ്പനാണ് ഇവിടെ പോകുന്നത്. ചിലപ്പോൾ അപ്പൂപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് നിങ്ങൾ കണ്ടായിരിക്കും. അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നില്ല. നമ്മൾ ഈ കാറിൽ എവിടെയാണ് പോകുന്നത് നിങ്ങൾക്ക് ഗസ് ചെയ്യാം ഗൈസ്. നമ്മൾ അങ്ങനെ പോകുന്നത് നമ്മളുടെ മന്തി തിന്നാനാണ്, റാഫിയിലേക്ക്. മന്തിയും പിന്നെ ചില സാധനങ്ങളും ഈറ്റ് ചെയ്യാനാണ് ഗൈസ്. അപ്പോൾ നമ്മൾ റാഫിയിലേക്കാണ് പോകുന്നത്. നമ്മൾ അങ്ങനെ ഗൈസ്, നമ്മൾ മന്തിയും ചില ഫുഡ്സും കഴിക്കാൻ വന്നിട്ടുണ്ട്. എല്ലാവർക്കും മന്തിയാണ് ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ മന്തിയാണ് വാങ്ങിച്ചത്. അങ്ങനെ ഗൈസ്, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെയും വരും. ബൈ.